ഞാൻ അള്ളാഹിൻ്റെ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തരീഖത്താണ് എന്ന് പറഞ്ഞാലല്ലാതെ രക്ഷപ്പെടൂല എന്ന് എല്ലാവരും മനസ്സിലായിക്കോളി. അത് മാത്രമേ സത്യമുള്ളൂ. അതാണ് അള്ളാഹിൻ്റെ നൂറ്. യഹ്ദില്ലാഹു ലിനൂരിഹി മയ്യശാ വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസ്. അള്ളാഹു ജനങ്ങൾക്ക് ഉപമകൾ വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. കാര്യങ്ങൾ വ്യക്തമാവാൻ വേണ്ടി ആ പ്രകാശത്തിൻ്റെ കലർപ്പ് ഒഴിക്കലും ഇല്ലാത്ത സദാ പ്രകാശിക്കുന്ന പ്രകാശമാണ്. എപ്പോഴും ഉപകാരം കിട്ടുന്ന പ്രകാശമാണ്. അണഞ്ഞു പോകാത്ത പ്രകാശമാണ്. ഒരുപാട് എല്ലാ മേഖലയിലും ജനങ്ങൾക്കതാ വെളിച്ചമാണ്. ഇസ്ലാമിൻ്റെ ശരീഅത്ത് ഖുർആൻ വെളിച്ചമാണ്. അത് പഠിപ്പിക്കാൻ വന്ന റസൂലുള്ള വെളിച്ചമാണ് ലോകത്തിന് നൽകിയത്. ഇങ്ങനെ ഏതെടുത്ത് പരിശോധിച്ചു നോക്കിയാലും വെളിച്ചം തന്നെ. അസ്സലാത്തു നൂർ, നിസ്കാരം പ്രകാശമാണ്. വിശ്വാസിയുടെ ജീവിതത്തിലെ ഇരുട്ടുകളിൽ നിന്നൊക്കെ പ്രകാശം നൽകുന്നത് നിസ്കാരം. ഇതേ കാരണം അള്ളാഹു നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞതെന്താ? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിശ്ചയമായും നമസ്കാരം അത് നീചവും നികൃഷ്ടവുമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും മനുഷ്യനെ അത് തടയുന്നു. കണ്ടോ, വെളിച്ചമാണത് എന്ന് പറഞ്ഞാൽ സർവ്വ ഇരുട്ടും അത് വരുമ്പോൾ പോവും. ശരിയായ നിലക്കത് നിർവഹിക്കുന്നവൻ്റെ കൽബിൽ ഇരുട്ടുണ്ടാവില്ല എന്നാ. നിസ്കരിച്ചിട്ടും മനസ്സിൽ ഇരുട്ടുണ്ടെങ്കിലോ നിസ്കാരമായിട്ടില്ല എന്നാ അർത്ഥം. അപ്പം എന്തോ പോരായ്മയുണ്ട്. തിരുത്തേണ്ടത് നമ്മൾ തിരുത്തണം, മാറ്റം വരുത്തേണ്ടിടത്ത് മാറ്റം വരുത്തണം ജീവിതത്തിൽ എന്നൊക്കെയാണ് നമുക്കത് നൽകുന്ന സൂചനകൾ, അതല്ലെങ്കിൽ മുന്നറിയിപ്പുകൾ. അപ്പം സഹോദരങ്ങളെ, അള്ളാഹു ഉപമകളും ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് നമുക്ക് കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു ബികുല്ലി ശൈഇൻ അലീം. അള്ളാഹു എല്ലാ കാര്യത്തെക്കുറിച്ചും വളരെ കൃത്യമായി അറിയുന്നവനുമാകുന്നു. ആർക്കൊക്കെ 100 കൊടുക്കണം, എത്ര അളവിൽ കൊടുക്കണം, ആരൊക്കെ ഏതു വിധത്തിൽ ഇതിൽ ജീവിക്കും, ആരൊക്കെ അതിൽ നിന്ന് പുറത്തു പോകും എന്നൊക്കെ റബ്ബിന് നന്നായിട്ടറിയാം. അപ്പം സഹോദരങ്ങളെ, റബ്ബിൻ്റെ ഈ പ്രകാശത്തിന് വേണ്ടി നമ്മൾ സദാ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തേടിക്കൊണ്ടിരിക്കണം. ആ പ്രകാശം റഹ്മാനായ റബ്ബ് നമുക്ക് എപ്പോഴും തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ രാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് അവിടുത്തെ പ്രാർത്ഥനയിലും അതുപോലെ തന്നെ നിസ്കാരത്തിന് പോകുന്ന വേളയിലുമൊക്കെ പല അവസരങ്ങളിൽ ഈ പ്രാർത്ഥന നിർവഹിക്കാമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. നിസ്കാരത്തിന് ജമാഅത്തിന് പള്ളിയിലേക്ക് പോകുമ്പോഴാണ് പറയേണ്ടത് എന്ന് പറഞ്ഞവരുണ്ട്. എഴുന്നേറ്റ് മറ്റ് ദിക്റുകളൊക്കെ പറയുന്ന കൂട്ടത്തിൽ നിസ്കരിക്കുന്നതിൻ്റെ മുമ്പാണിത് പറയേണ്ടതെന്ന് പറഞ്ഞവരുണ്ട്. നിസ്കാരത്തിൽ തന്നെയും സുജൂദിലും അതുപോലെ തന്നെ തശഹുദിൽ സലാം വീട്ടുന്നതിൻ്റെ മുമ്പാണ് പറയേണ്ടത് എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. നിസ്കാരത്തിൻ്റെ പിറകെയാണ് പറയേണ്ടത് എന്നഭിപ്രായപ്പെടുന്നവരുണ്ട്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു പ്രാർത്ഥനയുടെ കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പിന്നെ അത് എപ്പോൾ പറയണം എന്നതിൽ പണ്ഡിത ലോകത്ത് വീക്ഷണ വ്യത്യാസം ഉണ്ടാവാൻ കാരണം ആ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളുടെ പദങ്ങൾ ഈ പറഞ്ഞ എല്ലാത്തിനും സാധ്യതയുള്ള വിധത്തിലാണ്. അതുകൊണ്ട് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും നിസ്കാരത്തിന് ജമാഅത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥനയിൽ നമുക്ക് ഈ നൂറിനെ വ്യക്തമായി ചോദിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസുകളിലൂടെയൊക്കെ പകർന്നിറന്നിട്ടുള്ള പല പ്രാർത്ഥനകളും ചുരുങ്ങിയ പ്രാർത്ഥനകളാണ്, അഥവാ ജവാമിഉൽ കലിമുകളാണ്. എന്ന് പറഞ്ഞാൽ കുറഞ്ഞ കാര്യങ്ങൾ മൊത്തത്തിൽ ചോദിക്കുക, വിശദ വിവരങ്ങൾ ഇങ്ങനെ പറയാറില്ല. അങ്ങനെയായിരിക്കും അധിക പ്രാർത്ഥനകൾ. എന്നാൽ ഈ നൂറിൻ്റെ കാര്യത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പരത്തിപ്പറഞ്ഞു മുടിനാരിഴകീറിയ ചോദ്യമാണ്. അതൊരു വല്ലാത്ത പ്രത്യേകത തന്നെയല്ലേ? മുടിനാരിഴകീറിയ ഓരോ മേഖലയെയും പ്രത്യേകം പരാമർശിച്ച് അവിടെയൊക്കെ എനിക്ക് വെളിച്ചം തരണേ എന്നുള്ള ചോദ്യമാണ് ഈ വിഷയത്തിലെ പ്രാർത്ഥനയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് തന്നെ ഈ നൂറിൻ്റെ ഏറ്റവും വലിയ മഹത്വം നമ്മെ വിളിച്ചറിയിക്കണം. ഇത് നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ഒരു ഹദീസിൽ നമുക്ക് കാണാം, വ്യത്യസ്ത ഹദീസുകളിൽ വ്യത്യസ്ത രൂപത്തിലുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് പുറപ്പെട്ടപ്പോൾ ഇപ്രകാരം പറയുന്നു: അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറാ വഫീ ലിസാനി നൂറാ വജഅൽ ഫീ സംഈ നൂറാ വജഅൽ ഫീ ബസരി നൂറാ
വജഅൽ മിൻ ഖൽഫി നൂറാ വമിൻ അമാമി നൂറാ വജഅൽ മിൻ ഫൗഖി നൂറാ വമിൻ തഹ്തി നൂറാ അല്ലാഹുമ്മ അഅ്തിനി നൂറാ. അല്ലാഹുവേ, നീ എൻ്റെ ഹൃദയത്തിൽ പ്രകാശം തരണേ. മൊത്തത്തിൽ എനിക്ക് പ്രകാശം തരണേന്ന് അവസാനം ചോദിച്ചു. എന്നാൽ അതിൽ നിർത്തിയല്ല, ഓരോന്നോരോന്നാ ചോദിക്കണേ. ഹൃദയത്തിൽ പ്രകാശം തരണം, നാവിൽ പ്രകാശം തരണം, കാതിൽ പ്രകാശം തരണം, കണ്ണുകളിൽ പ്രകാശം ചൊരിയണം, എൻ്റെ പിന്നിലൂടെ പ്രകാശം തരണം, മുന്നിലൂടെയും പ്രകാശം തരണം, മുന്നിൽ നിന്നും പിന്നിൽ നിന്നും തരണം, മുകളിൽ നിന്നും തരണം, താഴ്ഭാഗത്തു നിന്നും പ്രകാശം തരണം. മൊത്തത്തിൽ എനിക്ക് നീ പ്രകാശം തരണേ. 9 തവണ 9 കാര്യങ്ങൾ ഇവിടെ പ്രത്യേകം എടുത്ത് ചോദിച്ചിരിക്കുകയാണ്. എന്നാൽ ചില റിപ്പോർട്ടുകളിൽ ഇത്ര കൂടിയുണ്ട് സഹോദരങ്ങളെ. ഇനിയും എന്താണ്? എൻ്റെ ഞരമ്പുകളിൽ നീ പ്രകാശം ചൊരിയണം. എൻ്റെ മാംസത്തിൽ പ്രകാശം ചൊരിയണം. എൻ്റെ രക്തത്തിൽ പ്രകാശം ചൊരിയണം. എൻ്റെ മുടിയിൽ നീ പ്രകാശം ചൊരിയണം. എൻ്റെ തൊലിയിൽ നീ പ്രകാശം ചൊരിയണം. കണ്ടോ എന്തൊക്കെ ചോദിക്കുന്നത്. വേറെ ചില റിപ്പോർട്ടുകളിൽ എൻ്റെ വലത് ഭാഗത്തുകൂടെ പ്രകാശം തരണേ. ഇടത് വശത്തിലൂടെയും പ്രകാശം തരണേ. എൻ്റെ മൊത്തത്തിൽ, എൻ്റെ മനസ്സിൽ, എൻ്റെ ശരീരത്തിൽ നീ പ്രകാശം തരണേ. എനിക്ക് പ്രകാശത്തെ മഹത്വപ്പെടുത്തി തരണേ. എനിക്ക് വമ്പിച്ച പ്രകാശം തരണേ. എനിക്ക് നീ പ്രകാശം വർദ്ധിപ്പിക്കണേ. എനിക്ക് നീ പ്രകാശം വർദ്ധിപ്പിക്കണേ. എനിക്ക് നീ പ്രകാശം വർദ്ധിപ്പിച്ചു തരണമേ. ധാരാളം തവണ എത്രയാ പ്രകാശങ്ങൾ ഓരോന്ന് എണ്ണി നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകളിൽ വന്നിട്ടുള്ള പ്രയോഗങ്ങളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലായില്ലേ? ഓരോന്നിങ്ങനെ മുക്കുമൂലയണച്ച് ഓരോ പാർട്ട് എടുത്ത് പരാമർശിച്ചിട്ട് അതിലൊക്കെ പ്രകാശം തന്നിട്ടില്ലെങ്കിൽ, നാവിൽ പ്രകാശം നഷ്ടപ്പെട്ട ആ മനുഷ്യൻ എന്തൊക്കെയാ വിളിച്ചു പറയാന്നറിയില്ല. ഹൃദയത്തിൽ മൊത്തം പ്രകാശം പോയി അവൻ്റെ കാര്യം. നാവിലും കണ്ണിലും കാതിലും കൈകാലുകളിലും അവയവങ്ങളിലും അവൻ്റെ ശരീരത്തിലും മജ്ജയിലും മാംസത്തിലും ഞരമ്പുകളിലും അവൻ്റെ എല്ലായിടത്തും പ്രകാശം കിട്ടണം. അത് നഷ്ടപ്പെട്ടു പോയി. ആ പ്രകാശത്തിന് വേണ്ടി നമ്മൾ തേടിക്കൊണ്ടിരിക്കണം. അത് അണയാതെ കാത്തു സൂക്ഷിച്ച് കിട്ടാൻ ആ നൂറ് എനിക്ക് വർദ്ധിപ്പിച്ചരണേ. സിദിനി നൂറാ, സിദിനി നൂറാ, സിദിനി നൂറാ, അഅ്ളിം ലീ നൂറാ. അമ്പിച്ച പ്രകാശം തരണം. ഇതൊക്കെ നമ്മൾ അറിഞ്ഞു ചൊല്ലണം സഹോദരങ്ങളെ. നമ്മുടെ മനസ്സുകളിൽ അത് വേണം. ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥനകളിൽ കടന്നു വരണം എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായിരുന്നാലും റബ്ബിൻ്റെ മഹനീയമായ ആ പ്രകാശം അത് നൽകപ്പെട്ടു എന്ന് മാത്രമല്ല, അത് അണയാതെ തന്നെ നമ്മുടെ മനസ്സിൽ എന്തെന്നും സദാ നിലനിൽക്കുന്ന വിധത്തിൽ ആ ഈമാനികമായ ശോഭ അതണഞ്ഞു പോകാതെ അതേ രീതിയിൽ തന്നെ ഈ ലോകത്തു നിന്ന് വിട പറയുവാനുള്ള തൗഫീഖ് നൽകപ്പെടുന്ന മഹാഭാഗ്യവാന്മാരിൽ റഹ്മാനായ റബ്ബ്, നൂറായ റബ്ബ് നമുക്ക് എല്ലാ വിധത്തിലും തൗഫീഖ് നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.